ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം, ഉഷ്ണേന, മൂഞ്ചി കൃഷ്ണ. പുള്ളിനെ എല്ലാവരുടെ കണ്ണ് വെച്ച് എനിക്കൊന്നും പ്രാവി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പുള്ളിനെ പ്രാവി എന്ന് തോന്നുന്നത്. ആ പ്രാക്കലേറ്റം തോന്നുന്നത്. அது வந்து பெரிய ட்விஸ்ட்னு லோகேஷ் தான் நினச்சிருக்காரு தவிர நமக்கு வந்து படம் பார்க்கும்போது ஃபர்ஸ்ட் சீனே தெரிஞ்சிட்டு இதுதான் அந்த ட்விஸ்ட்னு. ഒരു നോർമൽ സ്റ്റോറിയാണ്. വെറുതെ ഹൈപ്പും കൊടുത്ത് ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടിയതാണ്. ബ്രോ, എനിക്കൊരു എവോ ആവറേജ് ആ ഒരു ഫീലേ കിട്ടിയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു ജയിലർ പ്രതീക്ഷിച്ച് പോയാൽ ആ ഒരു സാധനം ഒന്നും കിട്ടത്തില്ല. ജയിലറിൻ്റെ തൊട്ട് താഴെ വരും, എന്നാൽ വെയിറ്റ് അതിനെക്കാട്ടി കൊള്ളു, അത്രേ ഉള്ളൂ. ഒരു നോർമൽ സ്റ്റോറിയാണ്. വെറുതെ ഹൈപ്പും കൊടുത്ത് ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടിയതാണ്. ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫ് പിന്നെയും കൊള്ളാം, ആ ഒരു ഇൻ്റർവെൽ പഞ്ച് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പിന്നെ ഡിപ്പാവും, അങ്ങ് താഴോട്ട് പോകും. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ പിന്നെയും കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു എബോ ആവറേജ് ഫീൽ, അത്രേ ഉള്ളൂ മൂവി. രനി സാറിൻ്റെ ആക്ടിങ് വളരെ സൂപ്പറാണ്. ഞാൻ സാറിൻ്റെ ഫാനാണ്. എൻ്റെ പേര് സജീവ് വർഗീസ്, കല്ലട പേയാടാണ്, ട്രിവാൻഡ്രം താമസിക്കുന്നത്. സാറിൻ്റെ ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പടങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേഷം ഇട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, ചെറിയൊരു ഹൈപ്പിൽ വന്ന്, പക്ഷെ എന്തൊരു പറയുക, ഒരു ആവറേജ് അത്രേ നീ പറയുള്ളൂ. വേറെ എന്തൊരു പറയുക, അനിരുദ്ധം BG കുറച്ചൊക്കെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും കണ്ടിരിക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആ പടം ഇങ്ങനെ കുറച്ച് ഇതായിപ്പോയി. എന്തൊരു പറയുക, ലോകേഷിൻ്റെ ഇതുവരെയുള്ള ഈ ലിയോയുടെയും ഈ விக்ரத்திൻ്റെ ആ ഒരു இம்பேக்ட் வந்தில்லை. படம் பரவாயில்ல, ஒரு வாட்டி பார்க்கலாம். இல்லை லோகேஷோட முந்தின படம் கைதி, மாஸ்டர், லியோ நார்மல்னு சொன்னாங்க எல்லாரும். அதுக்கு லியோ எவ்வளோ பரவாயில்லன்னு தான் தோணுது படம் பார்க்கும்போது. லியோட ஓப்பனிங் சீனு, இன்டர்வல்லாம் சூப்பராக இருக்கும். இதில் இன்ட்ரோல் கொஞ்சம் பரவாயில்ல, மற்றபடி படம் ஒன்றுமே கனெக்ட் ஆக மாட்டேங்க. படத்தில் அடுத்தடுத்த சீன் என்னன்னு நமக்கே தெரியுது. உள்ள ஒரு ட்விஸ்ட் வச்சிருக்காரு, அது வந்து பெரிய ட்விஸ்ட்னு லோகேஷ் தான் நினச்சிருக்காரு தவிர நமக்கு வந்து படம் பார்க்கும்போது ஃபஸ்ட்டு சீனே தெரிஞ்சிட்டு இதுதான் அந்த ட்விஸ்ட்டுன்னு. அந்த அளவுக்கு கனெக்ட் ஆகலை. பார்க்கலாம், ஒரு வாட்டி ஒரு நார்மலாக வந்து பார்த்துட்டு போகலாம், அவ்வளோதான். ബ്രോ, ഉള്ള കാര്യം പറയാല്ലേ, ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് എനർജി കാണിച്ചപ്പോൾ നമുക്ക് വിചാരിച്ചു പടം എന്ന് നിന്ന് കത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഹാഫൊന്നും അത്രത്തോളമൊന്നും ആയില്ല. പിന്നെ സൗബിനാക്കിയുടെ കുറച്ച് സംഭവങ്ങളുണ്ടാണ്. സൗബിനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പടം കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ലോകേഷ് സാറിൻ്റെ ലോകിയുടെ എന്ന് പറയുന്നത് ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം, ഉഷ്ണേന, മൂഞ്ചി കൃഷ്ണ. അതങ്ങനെ ആയിപ്പോൾ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ. BGM എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ കുറച്ച് BGM ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് ജയിലർ പോലെ ഒരു റീൽ എടുത്ത് ചെയ്യാനായിട്ടുള്ള അതിലൊന്നുമില്ല. ഈ ഒരു സംഭവം അതിലൊന്നുമില്ല. ഞാൻ ഡാൻസ് വരെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ആ ഡാൻസ് വരെ ഞാൻ മറന്നുപോയി. പിന്നെ സൗബിനെ ഫസ്റ്റ് ഹാഫിൽ നല്ല ബിൽഡപ്പായിട്ട് കൊണ്ടുവരുന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ നല്ല ബിൽഡപ്പായിട്ട് കൊണ്ടുവരുന്നു, നല്ല ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അമീർ ഖാൻ സാറിനെ അറിയണം. അമീർ സാറിന് അങ്ങേരെ ഇടയ്ക്കൊക്കെയാണ് ഓരോ പടങ്ങളാണ്. ആ ഇടയ്ക്കുന്ന ഓരോ പടം എന്ന് പറയുന്നത് ബിൽഡപ്പായിട്ടുള്ള പടങ്ങളാണ്. ഞാൻ അമീർ ഖാൻ സാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഒരു സിനിമാ പ്രേമിയും കൂടെയാണ്. അമീർ ഖാൻ സാറിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ആ ബോഡിയെ കാണിക്കുമ്പോൾ എന്നാ മോനെ എന്തോന്നറാ, താഴോട്ട് നോക്കുമ്പോൾ മറ്റേ LKGയിലെ പിള്ളേരെ വെറുമ്പോടെ ഇട്ടത് ആ മമ്പാബി ഞാൻ കളിയാക്കുന്നതല്ല, പറഞ്ഞു പോകണം. കാര്യം തിയേറ്ററിൽ അങ്ങനെ ആയിപ്പോയി. പിന്നെ അതിൽ കൊള്ളാന്നുള്ള ഒരു സീനെന്ന് പറയുന്നത് ഇതിനൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ എനിക്ക് പടം നല്ല രീതിയിൽ കണക്ട് ചെയ്യില്ല. വിക്രത്തിനെ, ജയിലറിനെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഒരു ഡയലോഗ് പോലും ഇല്ല ബ്രോ. കാര്യം ആ റീൽ നമുക്ക് എടുക്കണം, അങ്ങനെ ചെയ്യാമായിരുന്നു. പിന്നെ കുറച്ച് BGM ഉണ്ട്, അതിൽ കുറച്ച് സംഭവം സൗബിൻ കാക്കയുടെ അകത്ത് ചെയ്യാനായിട്ടുണ്ടെന്ന് പറയാം. അത്രേ ഉള്ളൂ. ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. ലോകേഷിന് ഇങ്ങനെ പറ്റുന്നതല്ല, എന്ത് പറ്റുന്നില്ല. പുള്ളിക്ക് പുള്ളിനെ എല്ലാവരുടെ കണ്ണ് വെച്ച് എനിക്കൊന്നും പ്രാവി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പുള്ളിനെ പ്രാവി എന്ന് തോന്നുന്നത്. ആ പ്രാക്കലേറ്റം തോന്നുന്നത്.